നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 778th day. Today 58th sloka of Prathama Skandam 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 778ാം ദിവസം പ്രഥമ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 58ാമത്തെ ശ്ലോകം. ഈ ശ്ലോകമാണ് ഈ അധ്യായത്തിലെ സമാപന ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 58ാമത്തെ ശ്ലോകം. പുത്രശോകാതുരാ സർവേ പാണ്ഡവാ സഹ കൃഷ്ണയാ സ്വാനാമൃതാനാം യത്കൃത്യം ചക്രുർനിർഹരണാദികം. ഓം തത്സത്. പുത്രശോകാതുരാ സർവേ. എന്താ ഈശ്വര? ഓം തത്സത്. പുത്രശോകാതുരാ സർവേ പാണ്ഡവാ സഹ കൃഷ്ണയാ സ്വാനാം മൃതാനാം യത്കൃത്യം ചക്രുർനിർഹരണാദികം. ഓം തത്സത്. പുത്രശോകാതുര പദം പിരിക്കേണ്ടത് പുത്രശോക ആതുര എന്നുള്ളത് ഒരേ വേർഡായിട്ടാണ് വരുന്നത്. പുത്രശോകാതുര സർവേ പാണ്ഡവ സഹ കൃഷ്ണയാ സഹ കൃഷ്ണയാ സ്വാനാം മൃതാനാം യത്കൃത്യം ചക്രു നിർഹരണാദികം. അതായത് പുത്രശോകത്താൽ ആതുരരായിട്ടുള്ള പുത്രദുഃഖത്താൽ പീഡിക്കപ്പെട്ടവരായ സങ്കടപ്പെടുന്നവരായ സർവേ പാണ്ഡവ എല്ലാ പാണ്ഡവന്മാർ എല്ലാവരും കൃഷ്ണയാ സഹ കൃഷ്ണയ എന്നുള്ളത് കൃഷ്ണയാ സഹ കൃഷ്ണയോടുകൂടി പാഞ്ചാലിയോടുകൂടി സ്വാനാം തങ്ങളുടെ കുട്ടികളുടെ മൃതാനാം മരിച്ചിരിക്കുന്ന, അതായത് മൃതാനാം സ്വാനാം മരിച്ചിരിക്കുന്ന തങ്ങളുടെ കുട്ടികളുടെ നിർഹരണാദികം ശവദാഹാദി യത്കൃത്യം കാര്യത്തെ ചക്രു നിർഹരണാദികം ശവദാഹാദി കർമ്മങ്ങൾ ചെയ്തു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് പുത്രന്മാരുടെ നാശം നിമിത്തം പുത്രന്മാർ മരിച്ചത് കാരണം വളരെയധികം വ്യസനിച്ചിരിക്കുന്ന പാണ്ഡവന്മാർ തങ്ങളുടെ പത്നിയായ പാഞ്ചാലിയോടുകൂടി മരിച്ചുപോയ കുട്ടികളുടെ ശവദാഹാദി കാര്യങ്ങളെ നടത്തി. അതായത് അച്ഛനും അമ്മയുമൊക്കെ പുത്രന്മാരുടെ ശവദാഹാദി കർമ്മങ്ങൾ ചെയ്യും എന്നാണ് ഇതിലേക്കൂടി പറഞ്ഞു തരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വയസ്സില്ല. അപ്രകാരം മരിച്ച തങ്ങളുടെ കുട്ടികളുടെ ശവദാഹാദി കർമ്മങ്ങൾ ഈ പാഞ്ചാലിയോടുകൂടി പാണ്ഡവന്മാർ ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മുടെ ഒക്കെ ഇടയിൽ വയസ്സ് കുറഞ്ഞവരുടെ ശവദാഹാദികളിൽ പങ്കെടുക്കുകയില്ല എന്നൊക്കെ പറയും. കർമ്മങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന്. എന്നാൽ അത് ശാസ്ത്രപ്രകാരം ശരിയല്ല. ശാസ്ത്രത്തിൽ കാണിക്കുന്നത് തങ്ങളുടെ മക്കളുടെ കർമ്മങ്ങൾ പോലും അച്ഛനമ്മമാർ ചെയ്യുന്നു. അതിനുള്ള കർമ്മങ്ങളും ശവദാഹാദി കർമ്മങ്ങളും മറ്റുള്ള ഉദകക്രിയ മുതലായ കർമ്മങ്ങളുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വയസ്സില്ല. അതുകൊണ്ട് തന്നെ തന്നെക്കാൾ ചേർന്നവർ തൻ്റെ മക്കൾക്ക് പോലും ചെയ്യും. അങ്ങനെ ചെയ്താലാണ് അവർക്ക് പരലോകത്തിൽ ശാന്തി ഉണ്ടാവുക എന്നാണ്
നമ്മുടെ പുരാണങ്ങളിലൊക്കെ വിധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അശ്വത്ഥാമാവിൻ്റെ ക്രൂരകൃത്യം നിമിത്തം ഉറങ്ങിക്കിടക്കുന്ന മക്കളെ അശ്വത്ഥാമാവ് വധിച്ചു. അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് തലയിലെ രത്നവും മുടിയും എടുത്ത് വിട്ടു. അതിനുശേഷം തങ്ങളുടെ മരിച്ചുപോയ മക്കളുടെ ശവദാഹാദി കർമ്മങ്ങൾ പാണ്ഡവന്മാരും പാഞ്ചാലിയും ചേർന്ന് ചെയ്തു എന്നാണ്. ഇവർ എല്ലാവരും കൂടാരത്തിൽ, കുരുക്ഷേത്രത്തിൽ യുദ്ധ കൂടാരങ്ങളിലാണ് ഉള്ളത്. തിരിച്ചു പോയിട്ടില്ല. യുദ്ധം അവസാനിച്ചിട്ടേ ഉള്ളൂ. യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിച്ചത് സഹിക്കാൻ കഴിയാതെയാണ് അസൂയ നിമിത്തം, പ്രതികാര വാഞ്ച നിമിത്തം അശ്വത്ഥാമാവ് ഇപ്രകാരം ചെയ്തത് എന്നുകൂടി ഓർക്കേണ്ടതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. പുത്രശോകാതുരാ സർവേ പാണ്ഡവാ സഹ കൃഷ്ണയാ സ്വാനാം മൃതാനാം യത്കൃത്യം ചക്രുർനിർഹരണാധികം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സൗഭാഗ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.